ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഐ10 ഗെയിമർ ഗോ ടു ഗെയിം എന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഇഷ്ടമായ ബാക്കിയുള്ളവർക്ക് അടിച്ചെടുക്കാനൊക്കെ ഗൈസ്. അപ്പോൾ നമ്മളെ കളി തുടങ്ങാൻ പോവാണ്. ലോഡിങ് ആണ് അത്ര ലോഡിങ്. ഗൈസ് നമ്മളപ്പോൾ ഒരു പിസ്സ ഷോപ്പിൽ വന്നിട്ടാണ്. ഇതാണ് നമ്മൾ. അയ്യോ, ഇത് ആക്സിഡൻ്റ് ആണോ? ഇത് സാധാ എന്തോ. ഇതെങ്ങട്ടാ പോണെന്നാവോ ഗൈസ്. ഗൈസ് തലാട് നിർത്തിത്തടിയ മനുഷ്യന്മാരെ ബോഡി പാർട്സാണ്. ഓ പണിട്ടി നമ്മളും ചാഞ്ഞ് മനുഷ്യന്മാരെ ബോഡി പാർട്സാണ് കഴിച്ചത്. കുഞ്ഞതായിട്ട് പേടിയുണ്ട് കഴിച്ചു. ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, നമുക്ക് നല്ല സേഫ്റ്റി. ഇപ്പം പൊട്ടും. ജസ്റ്റ് തട്ടിയിട്ടുള്ളൂ. ഈ അറ്റത്ത് കൂടെ പോയി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പോയിട്ട് ഈ അറ്റത്ത് കൂടെ പോകും. ഗൈസ് അപ്പോൾ ആ ടെക്നിക്ക് ഇതായിരിക്കും. ഇതെന്താ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്ക് പിസ്സ നോക്കി പോകാം. പിസ്സ ഗൈസ് ഇവിടെ എന്തോ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. ഏത് ഈ പൊട്ടന്മാരി ഇങ്ങനെ. അയ്യോ, ഞാൻ ഇതിനകത്ത് എന്താ ചാവത്തെ? ഞാൻ അങ്ങനെ കേട്ടു. ഇത് കുറച്ചുകൂടി പൊട്ടന്മാരാട്ടോ. ഇങ്ങനെ പൊടിയുമ്പോൾ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ നിർമ്മാതാക്കളെ പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങോട്ട് ചാടിയിട്ട് പറ്റുമോ നോക്കിയാലോ. തോക്കട്ടെ. ഗൈസ് ഇത് കൂടെ കണ്ട ആദ്യം തന്നെ പോയാൽ പോരെ. ഞാൻ അവിടെ നിന്ന് തന്നെ ഇതൊക്കെ പോയില്ലേ ഗൈസ്. എല്ലാത്തിനും ട്രിക്ക് ഉണ്ടാവും. ഇതെന്താ പോയിച്ചല്ലോ. അപ്പോൾ അലമ തട്ടിയ കുക്കൊന്ന് നമ്മൾ തിന്നു തോന്നുന്നു. അലമ തട്ടിയ കുക്ക് വന്ന് തിന്നു നമ്മളെ. ഭാഗ്യത്തിന് ഗൈസ് അതിൻ്റെ ഇടയിൽ നിറച്ചോണ്ട് മനുഷ്യന്മാരുണ്ട്. ഇതത്ര പേടില്ല. ഇങ്ങനെ വെക്കുക പേടിയായി മനുഷ്യന്. ഇത് കുഴപ്പമില്ല കേട്ടോ. അത്ര
കാണാനില്ല. ഞാനും കരുതി ആ വിലമത്തട്ടതിപ്പോൾ ഇങ്ങനെ പോവുക. എന്തത്? എന്താ പറ്റിയ? എന്താണ് പറ്റിയ? ഒന്നും മനസ്സിലായില്ല. ജമ്പ് ചെയ്ത് നോക്ക്. സൈഡിൽ കൂടെ വയ്യുന്നു. ഇങ്ങോട്ടൊരു വയ്യുണ്ട് എന്നാണ് തോന്നുന്നു. പിന്നെ എന്താ കാട്ടേണ്ട ഗൈസ്? നമുക്ക് ഇതൊന്ന് ചുറ്റൊന്ന് നോക്കാം. എന്തെങ്കിലും ഒരു ഒന്നും മനസ്സിലായി ഗൈസ്. പോകണ്ട നമ്മളെങ്ങോട്ടാ പോകണ്ട ഒന്നും മനസ്സിലാവില്ല. അവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടോ ആണ് പോകുന്നത്. ഇവിടെ ഒരു വഴിയുണ്ട്. ഗൈസ് എങ്ങോട്ടാ പോകണ്ടോ തീരെ മനസ്സിലാവില്ല. എങ്ങോട്ടാ ബലി കാണിച്ചത്? അതിൻ്റെ ഡിലീസാണ്. എങ്ങോട്ടാ പോകണ്ടത് ഗൈസ്? ചിലപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് വേറെ കളി കളിച്ചാലെന്നാ. വേറെ കളി കളിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. Guys, guys, on buona polemica qua. Più. ഗൈസ് കാണാണെങ്കിൽ നമുക്ക് പറ്റേനി ഗൈസ്.
നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ. എവിടേക്കാണ് ചാടേണ്ടതെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. എവിടേക്കാ ചാടേണ്ടതെന്ന് അറിയില്ല, ഇത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കിടക്കേണ്ടത് ഇത്. ഒരു കോണിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായില്ലേ. നമുക്ക് ഗൈസ് നമ്മൾ നടന്ന് തീർത്തിട്ട് നിലത്ത് ചാടിപ്പോയി ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഗൈസ് കിട്ടണില്ല, സാധനം കണ്ടാൽ നമുക്ക് വേക്കും. അത് കാണാൻ വയ്യാത്ത പ്രശ്നം കണ്ടോ ഗൈസ്. കുറച്ചുകൂടി ചെറിയൊരു ഭാഗമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഭാഗത്ത് ഒരു ചാടിപ്പോവാം. പോകാൻ പോയിനി. കണ്ടോ കുറച്ച് സ്പേസ് ഉള്ളു, മനസ്സിലായി. ഗൈസ് ഈ കളി വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് കളിയാണ്. എവിടേക്കാ ചാടണ്ടേ പോലും അറിയാത്തൊരു കളി. ഞാനിപ്പോൾ എന്താ കാട്ടണത് വെച്ചാൽ ഗൈസ്, നമ്മൾ ഈ എന്ന് പറഞ്ഞ ഇതില്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമുക്ക് വേക്കണത്. അല്ലെങ്കിൽ അതും വേക്കൂല. ഇപ്പം വന്ന് കാണിച്ചെന്നുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ അതും വെച്ചിട്ടുണ്ടാവില്ല. ഗൈസ് അവിടെയാണത്. ഈ ഗൈസ് അടിച്ചടി എന്താ ഗൈസ്, നമ്മൾ കുറേ ദൂരം വന്നില്ലേ. നമ്മൾ കയറി ഏറ്റവും മുകളിൽ. അയ്യോ ഗൈസ് കുറച്ചുകൂടി മുന്നിൽ കയറണേ. ഇത് കുറച്ച് ലോങ്ങായി ഗൈസ്, ലോങ്ങായി പോയി. വീണ്ടും വല്ലാത്തൊരു കളിയായിപ്പോയി ഗൈസ്. ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇതിപ്പോൾ കാണാൻ പറ്റുന്നില്ല, കണ്ട് നമ്മൾ പുല്ല് പോലെ കയറി ലാഘവത്തോടെ. എട്ടാ കുറേ നമ്മളെത്തിന് വയസ്സ് അറ്റത്തെത്തിനെന്നാ തോന്നുന്നത്. ഓൻ കയറിപ്പോയോ? ഓനെ കാണാമല്ലോ. നമ്മളപ്പം കയറിയില്ല, ഓനെ കാണാമല്ലോ ഗൈസ്. കയറിപ്പോയി എന്നാ തോന്നുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും ടഫസ്റ്റ് എന്നാ തോന്നുന്നത്. ഇനി അങ്ങോട്ട് ടഫസ്റ്റ് ഉണ്ട് എന്നാ തോന്നുന്നത്. വേറെ നല്ല കെതിട്ടുണ്ട് ഗൈസ്.
വീണ്ടും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം. ഇത് ശരിയാവും. ഇങ്ങനെ ഗൈസ് കുറച്ചുകൂടി കരണേ മിസ്റ്റേക്കായി പോവാണ് ഗൈസ് ഇത് ചെയ്യാനാ. നിങ്ങളെന്താ ഇങ്ങനെ കാട്ടണേ ഗൈസ്? അപ്പോ അയ്യോ ഗൈസ് വീണ്ടും ചാടി. എന്താ ഗൈസ് മിസ്റ്റേക്ക് ആയിപ്പോയി. പെരും ടഫാണ് ഗൈസ്. ഓ ഗൈസ് വീണ്ടും ചാടി. നമ്മൾ ഇങ്ങനെ ചാടിപ്പത് കാണുകയാണെങ്കിൽ പറഞ്ഞിട്ടുള്ള തീന്ത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾക്കത് ജയിക്കാൻ കഴിയും. കാണാത്തതുകൊണ്ട് പ്രശ്നം. വീണ്ടും ചാടി. എന്തപ്പോൾ ഇതുപോലും കടക്കാൻ വയ്ക്കാത്ത? സ്പീൻ പൊട്ടി. ഇനി നമ്മളൊന്ന് പെരും ടഫാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഈ കളി എന്താ ഈ പൊട്ടന്മാർ കാട്ടിയത്. ആ പൊട്ടന്മാരൻ പെരും ടഫിൽ ടാസ്ക് എന്നൊക്കെ ഗൈസ് ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജയിക്കുകയും ഇത് കാണാത്ത നമ്മളിതിൽ തന്നെ 1 മണിക്കൂറായി എന്ന് തോന്നുന്നു. ഫ്യൂ മിനിറ്റ്സ് ലൈറ്റ് എന്ന് പറയുന്നത്. വീണ്ടും തെറ്റി. ഓക്കെ ആദ്യത്തെ ചാട്ടം കഴിഞ്ഞിട്ട് നടന്നു നോക്കിയാലോ. കാരണം തോന്നി നമ്മൾ അറിയാതെ ഒന്ന് മിസ് ചാടിക്കയറും. അല്ല ചാടി തന്നെ പോകണം. നല്ല ഹൈറ്റില്ല വെച്ച് നമ്മൾ തല തട്ടാത്ത ഭാഗത്ത് പക്ഷെ കാല് കയറിയാ തട്ടും. ഈ കളി ഇവിടെ നിർത്തുന്നതല്ലേ നല്ലത്. ഈ കളി നമുക്ക് ഇവിടെ കഴിയൂല. നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും കളി കളിച്ചാൽ പെരും ടഫ് പെരും എന്ന് പറഞ്ഞാൽ പെരും ടഫ്. ഇതാ ഇത്രയും ടഫൊന്നും കൊടുക്കാൻ പാടില്ല. അത്രയും വലിയ ടഫാണ് ഗൈസ്. നമുക്ക് എയർലൈൻസിന് ഡ്യൂട്ടി ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഗൈസ് ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിന്. എന്നാൽ നമ്മൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ മുന്നത്തേനോ കറക്റ്റ് അറിയില്ല. ആ വീഡിയോ ഇതാണ് ഇട്ടിന് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. ഇതൊക്കെ ഗൈസ് ഇതെന്താണെന്നറിയില്ല ഇങ്ങനെ ആവുന്നത്. കുറച്ചൊന്ന് പെട്ടെന്ന് കയറി വന്നില്ലെങ്കിൽ ഓക്കെ ഗൈസ് അത് വന്നോണോ നമുക്ക്. അപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറുക. ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങനെ കാട്ടണം ഗൈസ്. ഒന്നും മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഗൈസ് അപ്പോൾ നമ്മൾ ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കണം. കാണിച്ചു തരാൻ അവർ കൊണ്ടുപോകണം. ഒന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഫ്ലൈറ്റ് ഒക്കെ വാങ്ങും. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ മണിയാണ്. അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ 4 ആണ് എനിക്ക് അറിയുന്നത്. ഗേറ്റ് നമ്പർ 4. ഗേറ്റ് നമ്പർ 5 ഇതാണ്. അങ്ങോട്ട് ഗേറ്റ് നമ്പർ 3 ആണെങ്കിൽ ഇവിടെ ഇവിടെ തന്നെ പോകണം. അപ്പോൾ എല്ലാവരും കയറാൻ അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞിട്ടല്ല സെറ്റാക്കിയിരിക്കുന്നു. ബബ്ലു അപ്പോൾ ഇപ്പോൾ വാതിൽ പറഞ്ഞു സ്കൂളിൽ കണ്ടോ അവിടെ ഇരിക്കുക. തീരാന്നറിയാം. ക്യാപ്റ്റൻ്റെ കൂടെ പോയി ക്യാപ്റ്റൻ അവിടെ ഇരിക്കുക. മിക്കവാറും പണിയിട്ട് Welcome aboard the flight. We're expecting a smooth ride today, so the seatbelt sign should remain off for most of the flight. Thanks for flying with us, and once again, welcome aboard.
അപ്പോൾ ഗൈസ് നമ്മൾ ബെൽറ്റൊക്കെ സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ടേബിൾ guys. ടേബിൾ നേരാക്കുക. ടേബിൾ ഇനി ഇവളോട് പ്രത്യേകിച്ച് പറയണം. ഇപ്പം തന്നെ തുടങ്ങുന്നു. Flight attendants, please be seated for takeoff. നമുക്ക് ടേക്ക് ഓഫ് കാണാം. അപ്പോൾ നമ്മൾ പുതിയ ഫ്ലൈറ്റാണ് കഴിച്ചത്. പണ്ടത്തെ ഫ്ലൈറ്റ് നമ്മൾ പണ്ടത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇന്ന് വാങ്ങിയ ഫ്ലൈറ്റാണ്. പറക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിലും നോക്കി കുത്തരുത് ഗൈസ്. സത്യം പറഞ്ഞ ബാക്കിൻ്റെ ഇത് ഗൈസ് ഒന്നും അനങ്ങടിയില്ല. ജസ്റ്റ് അങ്ങോട്ടൊരു കമ്പ് വെച്ചാൽ മാറിക്കാൻ അവിടെ പൊന്തി പോകും ഗൈസ്. നിങ്ങൾക്ക് റോബ്ലോക്സിൻ്റെ കോയിന് കയ്യിലുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് തൊട്ടാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഗൈസ്, ഫ്ലൈപ്പോട്ടോ റോബ്ലോക്സ് എന്ന അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് This is your captain from the flight deck. We have reached our cruising altitude. The flight attendants should start their in-flight service shortly. Sit back, relax, and enjoy the flight. Ladies and gentlemen, this is your captain from the flight deck. It looks like we're going to experience some light turbulence for the next couple of minutes. At this time, please ensure your seatbelt is safely fastened. Thank you. അപ്പത്തിന് വെള്ളം ചോദിച്ചാൽ ഇതിൽ നിറച്ചോളം പേരുണ്ട്. ഒറ്റയ്ക്ക് കഴിയില്ല. സ്കൂളാണ് മുഴുവൻ ചോദിക്കലെന്ന്. അത് നോക്കുന്ന വാർത്തകൾ മാത്രം ഇമ്മച്ചി തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചോദിച്ചനെ. വീഡിയോ ഒക്കെ ഇതാവേ സംസാരിക്കണ കേട്ടില്ല ഞാൻ.
ഗൈസ് അപ്പോൾ ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിറച്ചോളം ആൾക്കാരുണ്ട് കണ്ടോ. വല്ലാത്തിട്ട് പണിയായി പോയി. നമ്മളിപ്പോൾ ഒരാൾ കൂടി വേണം ഗൈസ്, ഒരാൾ കൂടി വേണം. എന്താ വെള്ളം ഞാൻ കൊടുത്തതാണല്ലോ, പിന്നെന്താ. ഇത് ഇതാവുമ്പത്തിന് നമ്മൾ ഫ്ലൈറ്റ് അവിടെ എത്തും, സ്ഥലത്തെത്തും. എന്തിനും ഇടക്കിടക്ക് വാട്ടർ ചോദിച്ചു. Captain from the flight deck, we have started our initial descent and will be landing soon. Thanks for flying with us and we hope to see you again soon. ആരടുത്ത് 2 സാധനങ്ങൾ, കുറേ ആൾക്കാരുണ്ട് ഗൈസ്. മറ്റേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല മറ്റേ ഫ്ലൈറ്റിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഞാൻ ആദ്യം പൊട്ടത്തരം കാട്ടി എന്താ മനസ്സിലാക്കാതെ ഗൈസ്. ആദ്യം നമ്മൾ ഈ വേസ്റ്റ് ആളൊക്കെ ഒന്ന് ഇതാക്കട്ടെ. എന്താ ഇറ്റങ്ങളിലുണ്ടല്ലോ ഉറപ്പ്. പൈസ അപ്പം നമ്മൾ ഇറക്കിയെന്നാ തോന്നുന്നു. പൈസ അപ്പം നമ്മൾ ഒന്നും കാണില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ ഇതാക്കാം. അത് പിന്നില്ല ഗൈസ്. നമ്മൾ ഒരു കുറക്കാൻ വന്നിട്ട് എടുക്കാൻ വന്നിട്ട് ഗൈസ്. സ്കിപ്പൊക്കെ ഗൈസ്, ടൈം കളയാനാണ്. എല്ലാവരും അപ്പോൾ എല്ലാവരും ഒക്കെ ഇറങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒന്ന് സാധനം വന്നു. ആവശ്യമില്ല ഒന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങി. നമ്മളെന്ത് പറഞ്ഞു കണ്ണാടി പൊട്ടിച്ചിട്ട് കാണിച്ചല്ലേ.